ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അർച്ചന. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കാഷ്വലായിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് ഞാൻ പൊതുവേ കാഷ്വലായിട്ട് ചെയ്യാറുള്ളൊരു എന്താ പറയുക മേക്കപ്പാണ്. ഐ മീൻ ഇറ്റ്സ് സിമ്പിൾ, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രൊഡക്ട്സ് ഒന്നുമില്ല. ജസ്റ്റ് കാഷ്വലായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് സ്ട്രോക്ക് ക്രീമാണ്. ഇത് എന്താ ഫേസ് സ്കാനിൻ്റെ സിൽവർ വേരിയൻറ്റിൽ വരുന്ന സ്ട്രോക്ക് ക്രീമാണ്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കഥ അടിപൊളിയായിട്ടുണ്ട്. ഇതിങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കളയാൻ തയ്യാറല്ല, കാരണം അതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് അപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി എടുത്തിട്ടുള്ളൂ, തോനെ വേണ്ട, ഭയങ്കര ഷിമ്മർ എഫക്റ്റ് ആവും. അപ്പോൾ ഞാൻ കുറച്ചെടുക്കാം. ഇത് ഇങ്ങനെ നല്ല യൂസ് ചെയ്യുക. അതാ പെട്ടെന്ന് ഈ വീഡിയോ എടുക്കണതിൻ്റെ പരിപാടി അതങ്ങനെ കൈയായിട്ട് പരത്തി. പക്ഷേ സാറിൽ ഇങ്ങനെ ഡോട്ടായിട്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് ഞാനത് ഇങ്ങനെയൊക്കെ ഒരു ഓർഡറിലാത്ത പോലത്തെ ആയിപ്പോയി. പക്ഷെ ഇത് ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ടായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഭയങ്കര ഷിമ്മറിങ് ആണ്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. ഞാൻ പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്യാം. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ടാങ്ക് ടോപ്പ് ആൻഡ് ഒരു ഓവർകോട്ട്. ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇറ്റ്സ് നൈസ്. ഒരു ജീൻസ്, ഒരു വൈറ്റ് ലെങ്ങിൻ്റെ ഇവിടെ പാരി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വേഗം എടുക്കാം, വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലഷും ഇതൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് പ്ലമ്മിൻ്റെ മാറ്റ് ഇൻ ഹെവൻ റേഞ്ചിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കൊക്ക മോച്ച ഷെയ്ഡ്. അത് എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഫേസിൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തൽക്കാലം എൻ്റെ ബ്ലഷ് കാണാത്തത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ധൃതിയിലിരിക്കണ കാരണമാണ്. ഇനി ഞാനിങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്, കണ്ണിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. That's all. ഇത്ര വേണ്ട. ഓക്കെ, ഓറഞ്ചായോ? ഇല്ല, ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെറാക്കോട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇട്ടിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് ബ്രൗൺ ആണ്. നെക്സ്റ്റ് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളിയാണ്. ഞാനിങ്ങനെ ഈ കോർണേഴ്സ് ഇങ്ങനെ ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് എനിക്കിങ്ങനെ ലിപ് ലൈൻസിനേക്കാളും കുറച്ചുകൂടി ഫുൾ ഫിൽ ചെയ്തിട്ടിട്ട് അതിൻ്റെ മീത് ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഇഷ്ടം. അത് എനിക്കൊരു ഫിനിഷിങ് തോന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെയും കൂടി ഇങ്ങനെ ഫിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിപ്പ് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ വലുതായി നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷെ എൻ്റെ ലിപ്പ് ഓൾറെഡി വലുതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ എന്നാലും ഞാൻ യൂസ് ചെയ്യും. ഇനി ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഇട്ടെടുക്കാം. ഓക്കെ, ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൗൺ ആവുക അടിപൊളിയാവും. ഇനി ഞാൻ ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ്. ഇത് അടിപൊളിയാണ്, വാട്ടർ പ്രൂഫ്. പക്ഷേ അതിങ്ങനെ കൺപീലി മുട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യുമ്പോൾ പോരില്ല. അപ്പോൾ അതിങ്ങനെ റിമൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കൺപീലി പോരും. നമ്മൾ എന്താ പറയുക, മേക്കപ്പ് റിമൂവർ ഇല്ലാണ്ട് ചെയ്യുന്നത് ഉണ്ടാവും. നമ്മുടെ കൺപീലിയിൽ നമ്മളിൽ നിന്ന് പറിച്ച് മാറ്റുന്ന പോലെയാവും. ഓക്കെ, ജസ്റ്റ് മിക്സ്. കാഷ്വലി പുറത്ത് പോകുമ്പോൾ ഒരു വിങ്സിൻ്റെ ആവശ്യമുള്ളൂ, അത് ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡക്ട്സൊക്കെ ഞാനൊരു ബാഗിൽ വെച്ചിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന വീട് വേറെ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന കാരണം ഞാനൊക്കെ
പരത്തി ഇട്ടിട്ടില്ല. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ പോകുമ്പോൾ ഓരോന്നൊക്കെ മറന്നു വെച്ച് പോകും. അത് കാരണം അപ്പോൾ ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഐലൈനർ യൂസ് ചെയ്തു. ഇനി എൻ്റെ ഓരോ സാധനങ്ങൾ എവിടെ കൊണ്ടുവച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നോട് ആരും ചോദിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഈയൊരു എന്താ പറയുക, ഇങ്ങനെ ഞാൻ ഓരോ പൊട്ടത്തരം ചെയ്തിട്ട് അവസാനം എനിക്ക് തന്നെ എൻ്റെ സാധനങ്ങൾ എവിടെയെന്ന് അറിയാത്തൊരവസ്ഥ വരും. അതാണ് എന്താ പറയുക അവസ്ഥ. ഇനി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്യണം. അപ്പോൾ ഇപ്പം കാണാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചൊരു ഐബ്രോ കോമ്പുണ്ട്. അത് വെച്ച ഒരു പൗച്ച് കാണാനില്ല. അതാണ് ഞാൻ തപ്പുണ്ട്. ഞാൻ തപ്പിയിട്ട് വരാം. ഞാൻ തപ്പി, പക്ഷെ അതൊരു ഇച്ചിരി പോകുന്ന ബ്രഷാണ്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പം കോമ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസും കിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തൽക്കാലം ഇങ്ങനെ വയ്ക്കുകയാണ്. കാരണം ഞാൻ വിയർക്കുന്നുണ്ട്. ഫാനിട്ട് കഴിഞ്ഞാൽ സൗണ്ടാകും. അത് അപ്പം ഞാൻ ഈ ഹെയർ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഹെയർ ഇങ്ങനെ ഒരു വേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അത് വേവി തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കിടക്കുന്നൊരു ഹെയറാണ്. ആൻഡ് ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വരാം. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നർ. ഇത് ജീപ്പാസിൻ്റെയാണ്. അടിപൊളിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു ഹെയർ ഡ്രയറും കൂടിയുള്ള സെറ്റാണ്. നിങ്ങൾക്ക് സലൂണിലേക്ക് മറ്റേ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ നോസിലുള്ള ടൈപ്പാണ്. ഇതെൻ്റെ കയ്യിലുണ്ട്. അതുമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഹെയറൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വേണം. അപ്പോഴെനിക്ക് പരത്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ ഒപ്പം ഇടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക സ്ട്രൈറ്റ്നർ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴാണ് ഞാൻ എന്ത് കണ്ടത്, എൻ്റെ ഐ ഷാഡോ പാലറ്റ് കണ്ടത്. ആൻഡ് ഈ ഐ ഷാഡോ പാലറ്റ് ഫ്ലാറ്റ്മാഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡ്, പിങ്കിൻ്റെ വേരിയൻ്റുള്ള വരുന്നത്. പക്ഷേ എനിക്ക് ബ്രൗണാണ് കുറച്ചുകൂടി ഇഷ്ടം. ബ്രൗണിൻ്റെ വേരിയൻ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടാവേണ്ടതാണ് തോന്നിയത്. പിങ്ക് സ്യൂട്ടാവും, പിങ്ക് അടിപൊളിയാണ് ബ്രൗൺ സ്കിന്നിന്. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ. അപ്പോൾ അത് ഇട്ടത് അറിയരുത് അങ്ങനെ. ഇത് ഞാനത് ടാഗ് ചെയ്യാവേ. എനിക്കെൻ്റെ നാച്ചുറൽ ഹെയർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫ്രണ്ടിൽ എനിക്ക് കുറച്ച് ഒരു ഫ്രിസ്സിയുള്ള ഒരു അങ്ങനെ ഇരുപത്തിനുള്ളൊരു മുടിയില്ലേ, ആഫ്രിക്കൻ മുടി, അതുപോലത്തെ ഒരു മുടിയാണ് എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഹീറ്റ് ചെയ്തു. ബാക്കി എൻ്റെ ഹെയർ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇടാറ്. ആൻഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക ഹെയർ, എന്നിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. ഇതാണ് ജസ്റ്റ് നമുക്കങ്ങനെ പിന്നെ ഇത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കെട്ടി വയ്ക്കും, കുറച്ച് കഴിഞ്ഞാൽ അഴിച്ചിടും. അങ്ങനെ എനിക്ക് തോന്നിയ പോലെ ഇടും. ഹെയർ ഞാൻ വല്ലാണ്ട് അങ്ങ് എന്താ പറയുക പണിയെടുക്കാൻ പോകാറില്ല. കാരണം എനിക്ക് ഹെയറിനെ കുറിച്ച് വല്ലാണ്ടൊരു എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് എനിക്ക് ധാരണയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിടും അത്രമാത്രം. എന്നിട്ട് ഇങ്ങനെ ഫ്ലഫി അങ്ങനെയൊക്കെ എനിക്കറിയില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. പക്ഷെ ഞാൻ എൻ്റെ ബേസിക് മേക്കപ്പ് എനിക്ക് ചെയ്യാനറിയാം. അതെനിക്ക് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ. ഇനി ഇങ്ങനത്തെ ജീൻസ് ഇതൊക്കെ ഇടുമ്പോൾ ഞാൻ എങ്ങനെ കെട്ടാറുണ്ട് ഓടി കാണിച്ചു തരാമേ. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ 2 കൊമ്പിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അത് എന്താ പറയുക ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ. ആൻഡ് ഇതുപോലെ ഇങ്ങനെ വേറൊരു കുടുംബമാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ പൊതുവേ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ ഇടുക. അല്ലാത്ത ടൈമിൽ ഇങ്ങനെ എന്താ പറയുക ഈ ഉടുപ്പൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുടങ്ങിയിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനത്തെ ഒരു ഗേൾ ടൈപ്പ് ഓഫ് സാധനം ഞാൻ വേറെ കാണിക്കാം. ഇത് ഇങ്ങനെ കുറച്ചൊരു പൊട്ടിത്തെറിച്ച സൈസ് എന്തൊക്കെയാണ് പറയുക അകത്തേക്കാണ് ഞാനിങ്ങനെ വികളി പിടിച്ചിട്ടുള്ള ഇതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ. എപ്പോഴും അങ്ങനെയല്ല, പക്ഷെ നമുക്കിങ്ങനെ വല്ലാണ്ട് അറിയുന്നവർ കൂടെയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വികളി പിടിച്ച ടൈപ്പാണ്. അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുക ഡ്രസ്സ്, പിന്നെ ഒരു ജീൻസും കൂടി. അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത് ഇവിടെ ഒരു മിനി ലാമ്പാണ്. ഈ ലാമ്പ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ഹെയർ കെട്ടുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വെളിച്ചം പോരാഞ്ഞിട്ട് ഞാൻ ഇത് ഓൺ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ മാറ്റാൻ മറന്നതാണ് ഈ സംഭവം. സോറി ഫോർ ദ അൺവാണ്ടഡ് ടോക്സ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക. അപ്പോൾ ഗൈസ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.